കൊളുക്കുമലയിലെ സൺറൈസും ക്ലൗഡ് ബെഡും ഒക്കെ നമ്മൾ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ കൊളുക്കുമലയിലേക്കുള്ളൊരു യാത്രയിലാണ്. കൊളുക്കുമലയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവിടേക്ക് ഏത് സമയത്താണ് പോവേണ്ടതെന്നും ഏത് സമയത്ത് പോയാലാണ് ക്ലൗഡ് ബെഡും സൺറൈസും ഒക്കെ കാണാൻ സാധ്യത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ജീപ്പ് സഫാരിയിലൂടെയാണ് കൊളുക്കുമല എത്തുന്നത്. ഇടുക്കിയിലെ മുനാറിൻ്റെ അടുത്തുള്ള സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂര്യനെല്ലി എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ എടുത്തത്. ഹോളിഡേ ഹെവൻ എന്നാണ് ഈ സ്റ്റേൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റേക്ക് 3650 രൂപയാണ് ഞങ്ങൾക്ക് ആയത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഓരോരോ കോട്ടേജ് പോലത്തെ സെറ്റപ്പാണ്. ഇവിടുന്ന് 2 കിലോമീറ്ററോളം ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഇവിടെ റൂമൊക്കെ നീറ്റായിരുന്നു. ഈ സൂര്യനെല്ലി തന്നെ കുറേ ടെൻറ്റ് സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണേൽ അത് ബുക്ക് ചെയ്യാം, അത് താല്പര്യമുള്ളവർക്ക്. എല്ലാത്തവരും ഇതുപോലത്തെ റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ മുന്നേ പോയപ്പം ടെൻറ്റ് സ്റ്റേ ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ ജീപ്പൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങളെ ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്തോളും. ഈ സ്റ്റേൻ്റെ അടുത്ത് കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് സൂര്യനെല്ലിയുള്ള HML ടീ ഫാക്ടറി. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരമാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്ക് പോയി. നിങ്ങൾ 5 മണിക്ക് മുമ്പ് എത്തുകയാണെങ്കിൽ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞങ്ങൾ 5 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് ചായപ്പൊടി, കാപ്പിപ്പൊടി അതൊക്കെ വാങ്ങിച്ചു. ഇതിന് ചുറ്റും കാണാൻ നല്ല രസമാണ്. ഫുൾ തേയിലത്തോട്ടം ആയതുകൊണ്ട്. പിന്നെ വൈകുന്നേരമാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റൊക്കെ കാണാം. അതുകൂടെ ഡ്രൈവൊക്കെ ചെയ്യാം. കൊളുക്കുമലേൻ്റെ മുകളിലും സ്റ്റേ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാം. അത് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സ്റ്റേ എടുത്തത് താഴെ ആയതുകൊണ്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പുലർച്ചെ 4:30 ജീപ്പിൽ കയറി പോകണം. അങ്ങനെ ഇപ്പോൾ സമയം 4 മണിയായി. ഞങ്ങൾ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജീപ്പിന് പാസ് കിട്ടാൻ വേണ്ടി ഒരു 4:30 ആവും. അപ്പോൾ നമ്മൾ ഇവിടെയും കയറിയിട്ട് പോകണം. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് പാസ് കിട്ടുന്ന ക്യാമ്പിലേക്ക്. ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ജീപ്പിൽ കയറി. ഇതുപോലത്തെ ഫുൾ ഓഫ് റോഡാണ്. ഒരു 3/4 മണിക്കൂറോളം ഇങ്ങനെ ഓഫ് റോഡ് പോകാനുണ്ട്. നല്ല കുലുക്കായിരിക്കും. ജീപ്പിന് ഫ്രണ്ട് സീറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തവണ ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. അതുകൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞാൻ മുമ്പ് പോയപ്പം ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത്. അപ്പം ഭയങ്കര കുലുക്കായിരുന്നു. ഞങ്ങളൊരു 5:30 ആയപ്പം ജീപ്പ് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് മുകളിലേക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും സ്വെറ്ററും ഗ്ലൗസും ഒക്കെ എടുക്കാൻ മറക്കണ്ട. ആക്ച്വലി ഇതിന് മുന്നത്തെ ദിവസം നല്ല ക്ലൗഡ് ബെഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞത് ഇന്ന് തണുപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ക്ലൗഡ് ബെഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ സൺറൈസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, മഴയൊന്നും പെയ്യാത്തതുകൊണ്ട്. ഈ കാണുന്നതാണ് കൊളുക്കുമല. ഇത് തമിഴ്നാട്ടിലാണുള്ളത്. പക്ഷെ നമ്മൾ കാണുന്നത് കേരളത്തിൽ നിന്നാണ്. കുറച്ച് കാർമേഘം വന്നിങ്ങനെ മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം സൺറൈസ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ സൺറൈസ് മര്യാദയ്ക്ക് വന്നില്ല. നമുക്ക് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റിയുള്ളൂ. ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ ക്ലൗഡ് ബെഡും സൺറൈസൊക്കെ കാണാൻ പറ്റുള്ളൂ. അതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കാർമേഘം വന്നാലോ സൺറൈസ് നഷ്ടപ്പെടും. പിന്നെ തണുപ്പ് കുറച്ച് കുറഞ്ഞാലും ക്ലൗഡ് ബെഡ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇന്നങ്ങനെ സംഭവിച്ചത്. പക്ഷേ മുന്നത്തെ ദിവസം ക്ലൗഡ് ബെഡും സൺറൈസും എല്ലാം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ക്ലൈമറ്റ് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും കാണാൻ ചാൻസ് ഉള്ളത് ഈ 3 മാസങ്ങളിലാണ്. മുൻപ് ഞാനൊരു ഒക്ടോബറിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഫുൾ കോട മൂടി കിടക്കുകയായിരുന്നു. ഇവിടെ താഴേക്ക് പോയാലാണ് ടൈഗർ റോക്ക്. അങ്ങോട്ട് പോകാം. സൺറൈസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ടൈഗർ റോക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു സൈഡിൽ ടൈഗർ റോക്കും നടുക്കിൽ സണ്ണും ഇപ്പുറത്തെ സൈഡിൽ കൊളുക്കുമലയും ഒക്കെ ആയിട്ട് ഫോട്ടോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആക്ച്വലി വന്നത് ഫുൾ തീരത്തോട്ടത്തിന് നടുക്ക് കൂടെയാണ്. തിരിച്ചു പോകുമ്പോഴാണ് നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ കൊളുക്കുമലയിൽ ടീ ഫാക്ടറി ഉണ്ട്. അത് പക്ഷേ പകലൊക്കെ ഓപ്പൺ ആവുള്ളൂ. നിങ്ങൾ 9 മണിക്കുള്ള ജീപ്പ് റൈഡറാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും.
ഈ ടൈമിൽ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ടീ പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അവിടെ നിന്നാണ്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത് ഇവിടെയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ജീപ്പ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തിരക്കാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു ജീപ്പിൽ മാക്സിമം 6 പേരെ കയറ്റുള്ളൂ. ഒരാളുടെ 750 രൂപയാണ് വാങ്ങുന്നത്. ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലെത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.